ഹലോ ഡിയർ മക്കൾസ്, വെൽക്കം ബാക്ക്. അസ്ലം സാർ ആണ് മക്കളെ. ദ വണ്ടേഴ്സ് ഓഫ് സ്കൈ, ആകാശ വിസ്മയങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നും എന്തായാലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. എക്സാമിന് എന്തായാലും ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മക്കളെ കൂടുതൽ ടൈം ചെയ്യാതെ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. എടാ എന്താ നമ്മൾ വാക്സിൻ എന്താ വാനിങ് എന്താ നമുക്ക് നോക്കാം. വൃദ്ധിയും ക്ഷയവും ഓരോന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മക്കൾക്ക് ഇതിന് മുന്നുള്ള കണ്ടന്റുകളൊക്കെ കാണണം. നമ്മൾ ഫേസസ് ഓഫ് ദ മൂണൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും അതൊക്കെ കണ്ടന്റ് വൈസ് അസ്ലം സാർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഈ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന ചാപ്റ്റർ ഞാൻ 15 മിനിറ്റ് കൊണ്ട് തീർത്തിട്ടുണ്ട്. അതെൻ്റെ മക്കൾ എന്ത് ചെയ്യണം, സെറ്റാക്കണം മക്കളെ. അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് എക്സാമിന് എങ്ങനെ വരാമെന്നുള്ളൊരു കണ്ടൻറ്റാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നോക്കടാ എടാ, നമ്മൾ ഭൂമിയിൽ നോക്കുന്ന സമയത്ത് മക്കൾക്കറിയാം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെടാ ആര്, ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇതാ ഷുട്ടുമോനുണ്ട് അല്ലേ. ഷുട്ടുമോൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ദിവസം നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയ സമയത്ത് അവിടെ എന്താടാ ആ ഒരു കറുത്തവാവാണ് അല്ലേ. കറുത്തവാവിനെ നമ്മളെന്താ വിളിക്കുക, ന്യൂ മൂൺ എന്ന് വിളിക്കും. അതിൻ്റെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു കണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, മക്കൾ കാണണം. എന്നാൽ അവന് ഇങ്ങോട്ട് നോക്കിയ സമയത്ത് അവിടെ എന്താടാ ഫുൾ മൂണാണ്. ഫുൾ മൂൺ പറയുമ്പോൾ എന്താ മക്കളെ, ഫുൾ മൂൺ പറയുമ്പോൾ പൗർണമിയാണ് അല്ലേ. അപ്പോൾ ഈ വൃത്തിയും ക്ഷയവും എന്താണെന്ന് നമ്മൾ നോക്കുന്നത്, വാക്സിങ്ങും വാനിങ്ങും. അതായത് ന്യൂ മൂൺ കുറച്ച് ദിവസം ഇങ്ങനെ കഴിയുന്തോറും ഇങ്ങനെ ദിവസം കുറച്ച് ദിവസം പറയുമ്പോൾ എത്ര ദിവസം നമുക്ക് നോക്കണം. ഓരോരോ ദിവസം കഴിയുന്തോറും ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ചന്ദ്രൻ്റെ ഫേസ് ഇങ്ങനെ മാറാൻ തുടങ്ങി. ഓരോന്ന് മാറി പിന്നെ ഇങ്ങനെ വെളുത്ത പക്ഷം ഒരു വൈറ്റ് ഹാലോ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ കറുത്ത വാവിൽ നിന്നും അവൻ എന്തിലോട്ട് എത്തിയടാ, വെളുത്ത വാവിലേക്ക് എത്തി. അത് എത്താൻ അല്ലെങ്കിൽ ആ കറുത്തവാവിൽ നിന്നും വെളുത്തവാവിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വാക്സിങ് എന്ന് വിളിക്കുക. വാക്സിങ് എന്ന് പറയുമ്പോൾ എന്താടാ, വൃദ്ധി എന്ന് വിളിക്കുക. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, വാക്സിങ് എന്ന് പറയാം, അഥവാ വൃദ്ധി എന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അതങ്ങനെ പോവാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളത്. അതൊരു കലണ്ടർ ബേസിൽ നമുക്ക് പറയാം. അത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. എത്ര ദിവസം എടുക്കും, 14 ദിവസമാണ് എടുക്കുക. എത്ര ദിവസം എടുക്കുക, 14 ദിവസം. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് ഒരു കറുത്തവാവിൽ നിന്നും വെളുത്തവാവിലേക്ക് എത്താൻ അഥവാ വാക്സിങ് നടക്കാൻ എത്ര ദിവസം എടുക്കും എന്ന് എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എഴുതി വെക്കണം, 14 ദിവസം എടുക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്തോ വിളിക്കുക, വാക്സിങ് അഥവാ വൃദ്ധി എന്ന് വിളിക്കാം. ഇനി ഈ ഫുൾ മൂണിൽ നിന്നും നമ്മൾ തിരിച്ച് എന്തിലോട്ട് പോവാണ്, ഫുൾ മൂണിൽ നിന്ന് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവാണ്, തിരിച്ച് ന്യൂ മൂണിലേക്ക് പോവാണ് അല്ലേ. ന്യൂ മൂണിലേക്ക് ഇങ്ങനെ വൈറ്റിൽ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ കറുപ്പിലേക്ക് പോകുമ്പോൾ അതിനും എത്ര ദിവസം എടുക്കുക, അതിനും എത്ര ദിവസം തന്നെയാണ്, 14 ഡേയ്സ്. അപ്പോൾ ഈ കറുത്ത വാവിലേക്ക് പോകുന്ന ഈ ഒരു വെളുത്ത വാവിൽ നിന്നും കറുത്ത വാവിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വാനിങ് എന്ന് വിളിക്കുക, അഥവാ ക്ഷയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനും എത്ര ദിവസമാണ് എടുക്കുക, 14 ദിവസം. അപ്പോൾ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ, കറുത്ത വാവിൽ നിന്നും വെളുത്ത വാവിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വാക്സിങ് എന്ന് വിളിക്കുക. അപ്പോൾ ബ്ലാക്ക് അഥവാ ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോവാണ്, അതിന് എത്ര ദിവസം എടുക്കടാ, വൈറ്റ് അഥവാ 14 ദിവസം. അപ്പോൾ ഇതെന്താടാ, ഇതാണ് വാക്സിങ് എന്ന് വിളിക്കുക അല്ലേ. ഇനി വെളുത്ത വാവിൽ നിന്നും കറുത്ത വാവിലേക്ക് പോകാനും 14 ദിവസം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, വാനിങ് എന്ന് വിളിക്കുക. വാനിങ് എന്ന് പറയുമ്പോൾ എന്താടാ, ക്ഷയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ വൃദ്ധിയും ക്ഷയവും, സൂര്യപ്രകാശം വരുന്നുണ്ട്, ചന്ദ്രൻ ഇങ്ങനെ ഇങ്ങോട്ട് വെളുത്ത പക്ഷത്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ വൃദ്ധി എന്ന് പറയുക. എന്നാൽ വെളുത്ത പക്ഷത്തിൽ നിന്നും കറുത്ത പക്ഷത്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ക്ഷയം എന്ന് പറയാം. മക്കളെ ക്ലിയർ അല്ലേടാ. അപ്പോൾ ആ വൃദ്ധിയും ക്ഷയവും അസ്ലം സാർ പറഞ്ഞു, ഇതെൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. അത് വൈറ്റ് ഹാലോ ഇല്ലുമിനേറ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ പോവാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളത് കലണ്ടർ വെച്ചിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാലും എക്സാമിന് എഴുതി കൂടെ എടാ കലണ്ടറിൽ നമ്മൾ ഇങ്ങനെ ഒരു പിക്ചർ കാണുമ്പോൾ ഇങ്ങനെ വൈറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അഥവാ ന്യൂ മൂൺ ഉണ്ട് ഫുൾ മൂൺ ഉണ്ട്, ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. ഈ ബ്ലാക്ക് ആയിട്ട് വരികയാണെങ്കിൽ അതിനെന്താടാ പറയാം, ന്യൂ മൂൺ എന്നാണ് പറയുക. വൈറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെന്താ വിളിക്കുക, ഫുൾ മൂൺ എന്നാണ് പറയുക. അപ്പോൾ കലണ്ടറിൽ പൗർണമി രേഖപ്പെടുത്തിയ തീയതി ഏത് എന്നാടാ, പൗർണമി രേഖപ്പെടുത്തിയത് ഏതാണ്, മെയ് 5 ആണ്. മെയ് 5 കണ്ടോ, വൈറ്റ് കണ്ടോ, മെയ് 5 അവൻ വൈറ്റ് ആണ്. അപ്പോൾ അഥവാ അവൻ എന്ത് മൂണാണ് മക്കളെ, വൈറ്റ് ആണ്. അപ്പോൾ പൗർണമി എന്ന് പറയുമ്പോൾ അവൻ എന്ത് മൂണാണ് മക്കളെ, ഫുൾ മൂൺ ആണ്. ഏത് മൂണാ മക്കളെ, ഫുൾ മൂൺ. എന്നാൽ അമാവാസി രേഖപ്പെടുത്തിയ തീയതി ഏതാണ്, അമാവാസി എന്ന് പറയുമ്പോൾ കറുത്തവാവ് രേഖപ്പെടുത്തിയത് ഏതാടാ, മെയ് 19 ആണ്, മെയ് 19. ഓക്കെ, എന്നാൽ പൗർണമിയിൽ നിന്ന് അമാവാസിയിലെത്താൻ എത്ര ദിവസം എടുക്കണം, എത്ര ദിവസമാണ് നമ്മൾ പറഞ്ഞില്ലേ, 14 ദിവസം എടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്താൻ എത്ര ദിവസം എടുത്ത്, 14 എണ്ണിക്കോ, 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ എത്ര ദിവസം എടുത്തു, 14 ദിവസം എടുത്തു.
ക്ലിയർ അല്ലേടാ? പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ജൂണിലാണ്, അടുത്ത മാസമാണ് നോക്കണമെങ്കിൽ പൗർണമി രേഖപ്പെടുത്തിയത് തീയതി ഏതാടാ? പൗർണമി രേഖപ്പെടുത്തിയത്, പൗർണമി എന്ന് പറയുമ്പോൾ വൈറ്റ് എത്രയാടാ? ജൂൺ 4 അല്ലേ? ജൂൺ 4 അല്ലേ? ഇനി അമാവാസി രേഖപ്പെടുത്തിയത് എന്താണ്? അമാവാസി രേഖപ്പെടുത്തിയത് 18, ജൂൺ 18. എന്നാൽ ഇവിടെ നിങ്ങോട്ട് ചോദിച്ചത് ഇവിടെ നിന്ന്, അതായത് 2 കലണ്ടറും പരിശോധിച്ച് ഒരു അമാവാസിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസി എത്താൻ എത്ര ദിവസങ്ങൾ എണ്ണണം എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ ഇവിടെ ഏതാടാ അമാവാസി? ഇവിടെ അമാവാസി 19 അല്ലേ? അപ്പോൾ ഈ 19 അഥവാ മെയ് 19 മുതൽ ജൂൺ എത്ര വരെടാ? ജൂൺ എത്ര വരെയാണ്? ജൂൺ 18 വരെ വരാൻ എത്ര ദിവസം എടുത്തു എന്നുള്ളതാണ്. അപ്പം മെയ് 19 മുതൽ ജൂൺ 18 വരെ വരാൻ എത്ര ദിവസം എടുത്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ദിവസം എടുത്തതാ? 30 ദിവസം. അപ്പം നിങ്ങൾ കൂട്ടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ സാറേ 14 28 അല്ലേ? പിന്നെ എങ്ങനെ അത് 30 ദിവസമായി എന്നുള്ളതാണ്. മക്കൾ പഠിച്ചു വെച്ചോ. ഒരു ന്യൂ മൂണിൽ നിന്നും അടുത്ത ന്യൂ മൂണിലെത്താൻ ആ പിക്ചറൈസേഷൻ അസ്ലം സാർ പറഞ്ഞുതരാം. അതായത് മക്കൾക്കറിയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിനാണ് വാക്സിംഗ് എന്ന് പറയും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ വാനിങ് എന്ന് പറയും. വാക്സിംഗ് നടക്കാനും 14 ദിവസം, വാനിങ് നടക്കാനും 14 ദിവസം. എന്നാൽ മക്കൾ പഠിച്ചോ, ഈ ന്യൂ മൂണിൽ നിന്നും കറങ്ങി ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഈ ന്യൂ മൂണിലേക്ക് എത്താൻ 30 ദിവസം എടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ട്? പഠിച്ചു വെച്ചോ. ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിൽ എത്താൻ 30 ദിവസം എടുക്കും. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 21/3 അല്ലെങ്കിൽ 28 ദിവസമാണ് വേണ്ടത്. പക്ഷേ ആ 21/3 അല്ലെങ്കിൽ 28 ദിവസം എങ്ങനെ 30 ദിവസമായി എന്നുള്ളതാണ്. മക്കൾ പഠിച്ചു വെച്ചോ. ഒരു അമാവാസി മുതൽ മറ്റൊരു അമാവാസി എത്താൻ എന്തുകൊണ്ട് എന്നുള്ളതാണ് അസ്ലം സാർ ഇവിടെ പിക്ചറൈസേഷൻ ചെയ്ത് കൊടുക്കുന്നത്. മക്കളെ ഇത് സണ്ണാണ്, സൂര്യൻ. മക്കൾക്കറിയാം സൂര്യനെ ചുറ്റിക്കൊണ്ട് കാണടാ ആരടാ? ഭൂമി. അപ്പോൾ ഇതാരാ? ഭൂമിയാണ്. അപ്പോൾ സൂര്യനെ ചുറ്റിക്കൊണ്ട് കാണും ഭൂമി. എന്നാൽ ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ട് കാണും മക്കളെ? ചന്ദ്രൻ. അപ്പോൾ ഈ ചന്ദ്രൻ കറങ്ങി ഇങ്ങോട്ടെത്തുമ്പോഴത്തേന് ഭൂമി ഇങ്ങോട്ട് മുന്നിക്ക് പോവും. അപ്പോൾ മുന്നിക്ക് പോകും തോറും ചന്ദ്രൻ ഇങ്ങോട്ടെത്തുമ്പോഴത്തേന് ഭൂമി മുന്നിക്ക് പോകും. അപ്പം കുറച്ചും കൂടി ഇങ്ങനെ കറങ്ങി വരും. അപ്പോൾ കുറച്ചും കൂടി കറങ്ങി എത്തുന്നത് കൊണ്ടാണ് 21/3 ഉള്ളത്. അവൻ എത്ര ദിവസം എടുക്കുന്നത്? 30 ദിവസം. അതായത് 2 ദിവസം കൂടി കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ മക്കളൊന്നും കൂടി ഒന്ന് പറഞ്ഞേടാ. സൂര്യനെ ചുറ്റിക്കൊണ്ട് കാണും ഭൂമി. ആ ഭൂമി ചുറ്റി ഏകദേശം 365 ദിവസം എടുക്കും ചുറ്റിക്കറങ്ങാൻ. അത് നിങ്ങൾ നോക്കണ്ട. എന്നാൽ ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ട് കാണും മക്കളെ ആര്? മൂണ്. എന്നാൽ ഈ മൂണ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് എത്തുമ്പോഴത്തിന് ഈ ഭൂമി മുന്നിക്ക് ഇങ്ങനെ പോവാണ്. ഈ ഭൂമി മുന്നിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഈ മൂണ് കറങ്ങി എത്തുമ്പോഴത്തിന് ഭൂമി മുന്നിക്ക് പോയി. അപ്പോൾ കുറച്ചും കൂടി കറങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോൾ 21/3 എന്നുള്ളത് എത്ര ദിവസം എടുക്കടാ? 30 ദിവസം. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഭൂമി മുന്നോട്ട് പോയത് കൊണ്ടാണ് ചന്ദ്രന് കുറച്ചും കൂടി 2 ദിവസം കൂടി കൂടിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. മക്കൾ മാക്സിമം എന്ത് ചെയ്യുക? ഇത് പഠിച്ചെടുക്കുക. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പോൾ അമാവാസി, പൗർണമി, വാക്സിങ്ങും വാനിങ്ങും എൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യണം? എന്തായാലും പഠിച്ചു വെക്കണം. എക്സാമിന് വരുന്ന ഉറപ്പുള്ളതാണ്. ഓക്കെ അല്ലേടാ? പഠിച്ചെടുക്കുക. മക്കൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പഠിക്കാൻ മറക്കണ്ട. ഇത് ലൈവ് കാര്യങ്ങളൊക്കെ ആയി നമ്മൾ വരും. എക്സാം നമുക്ക് പൊളിക്കണം. ഓക്കെ? അപ്പോൾ മക്കൾ സെറ്റായിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് അടിക്കാം. ഓക്കെ? സീഡാ.